ഡൽഹി ജന്തർ മന്ദിറിൽ സമരം നടക്കുന്ന സ്ഥലത്ത് ലൈബ്രറി സ്ഥാപിക്കുവാൻ ശ്രമിച്ച 2 വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് മർദ്ദിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ ആരോപിച്ചു. വിദ്യാർത്ഥികളുടെ കൈയിലും കഴുത്തിലും പരിക്കേറ്റതിന്റെ ചിത്രങ്ങളും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. സമരസ്ഥലത്ത് എത്തുന്നവർക്ക് പുസ്തകം വായിക്കുവാൻ പ്രചോദനമാകുന്ന രീതിയിൽ ഒരു ചെറിയ ലൈബ്രറി സജ്ജീകരിക്കുവാൻ ശ്രമിച്ച 2 യുവ വിദ്യാർത്ഥികളെയാണ് ഡൽഹി പോലീസ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് ദീപ്കെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി. ACP അജയ് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഛത്രപതി ശിവാജി മഹാരാജ്, ഭഗത് സിംഗ് എന്നിവരുടെ ജീവചരിത്രങ്ങൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞതായി ദീപ്കെ ആരോപിച്ചു. ഇത് ചരിത്ര പുരുഷന്മാരോടുള്ള അപമാനമാണെന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ജന്തർ മന്ദറിലെ അനിശ്ചിതകാല നിരാഹാര സമരവേദിക്കടുത്താണ് ഈ സംഭവങ്ങൾ നടന്നത്. അദ്ദേഹത്തിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 60 കുറഞ്ഞതായും ദീപ്കെ മുന്നറിയിപ്പ് നൽകി. ഈ ഗുരുതരമായ ആരോപണങ്ങളോട് ഡൽഹി പോലീസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.